ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ബോയ്സിന്റെ ഫിനാലെ എപ്പിസോഡ് ഇത് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു ഫിനാലെ എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. 5 സീസണാണ് ബോയ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 5 സീസണും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് ഇത്രത്തോളം ക്യാരക്ടേഴ്സ്, ഇത്രത്തോളം സൂപ്സ്, അവരുടെ എല്ലാം യുണീക്നെസ്, അതിനെല്ലാം നമുക്കൊരു കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് 3 സീസണാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 4th സീസൺ തന്നെ കണ്ടുപോയി, ആ ഒരു ലെവലിൽ തന്നെ കണ്ടുപോയത്. എന്നാലും അങ്ങനെ ഗ്രേറ്റ് ലെവലിലോട്ടേക്കൊന്നും ആയിട്ടില്ല. ഈ ഒരു സീസൺ 5ന്റെ ഫുള്ളായിട്ടുള്ള സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല സീസണിൽ. ഒന്നുമില്ല, നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ഓൺ ഡീപ്ലി ഇൻവെസ്റ്റഡ് ആയിട്ടൊന്നുമല്ല പേഴ്സണലി എനിക്കിത് കാണാൻ പറ്റിയത്. അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കിപ്പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിപ്പോവും. ആ ഒരു ഇൻവോൾവ്മെന്റ് കിട്ടുന്നില്ല പൂർണ്ണമായിട്ട്. കാരണം എന്താ പറയുക, ഓരോ എപ്പിസോഡിലും എന്തെങ്കിലുമൊക്കെ നടക്കും നമ്മൾ വിചാരിക്കും. ഹോം ലാൻഡിലോട്ടേക്കുള്ള യാത്രയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഇത് എത്ര കാലമായിട്ട് ഇതേ സംഭവം തന്നെ കാണിക്കുന്നത്. അതിന് പുതുമയായിട്ട് വേറെ സംഭവങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇവരെല്ലാം അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഹോംലാൻഡർ പോലെയുള്ള ഒരു ഇമ്മോർട്ടൽ പവർ, ഒരു നിമിഷം കൊണ്ട് ഏത് സൂപ്പർ ഹീറോനെയോ ഏത് സംഭവത്തിനെയോ തീർക്കാൻ പറ്റുന്ന ഈ ഒരു ഹോംലാൻഡറിന്റെ അടുത്തോട്ടേക്ക് ഇവർ പല രീതിയിൽ എത്തുകയാണ്. അത് കിമിക്കോനെല്ലാം പല പവറെല്ലാം ഇവർ കുത്തിക്കയറ്റി ഫ്രഞ്ചിയുടെ പല എക്സ്പെരിമെന്റോട് കൂടിയെല്ലാം വൻ സംഭവങ്ങളെല്ലാം ആവുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, ഹോംലാൻഡറിനെ തീർക്കും. അത് തീർക്കുന്നതിനേക്കുള്ള ഒരു ഒരു ആന്റിസിപ്പേഷനും അതിൻ്റെ ഒരു മാഗ്നം ഓപ്പസ് ഒക്കെയാണ് ആസ് എ പ്രേക്ഷകർ നമ്മളെല്ലാവരും ഒരു ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ടേക്ക് എന്താണ് ബോയ്സിന് ഓഫർ ചെയ്യാനുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുമോ എന്നുള്ള സംഭവം നമുക്ക് അറിയില്ല. കാരണം അതിന്റെ മുകളിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ബോയ്സ് ആസ് എ സീരീസിന് ഈ സീസൺ 5 എത്തി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഡെലിവർ ചെയ്യാൻ ഇല്ലാത്തത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് എപ്പിസോഡ്, അതായത് 8th എപ്പിസോഡ് കണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ ഇപ്പൊ പറയണ്ടത്, നോട്ട് ദ വേഴ്സ്റ്റ് സീരീസ് ഐ ഹാവ് എവർ സീൻ, ബട്ട് ഡെഫിനറ്റ്ലി ഒരു നനഞ്ഞൊരു പടക്കത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതായത് ഒരു നനഞ്ഞൊരു ഫീലിങ്, വെറുതെ ഇങ്ങനെ ഇരിക്കാം കാണാൻ, അങ്ങനെയൊക്കെ ഒരു സംഭവം. ആ ഹോംലാൻഡറും നമ്മുടെ ബുച്ചറുമായിട്ടുള്ള ഫൈറ്റ് സംഭവങ്ങൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതില് നമ്മളെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഹോംലാൻഡർ വേൾഡിന്റെ മുമ്പിൽ എക്സ്പോസ്ഡ് ആവുകയാണ്, ഹ്യൂമിലിയേറ്റഡ് ആവുകയാണ്. പക്ഷെ അത് ഹോംലാൻഡർ അറിയുന്നില്ല. ഹോംലാൻഡർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് എല്ലാം ചെയ്യുക. അതായത് ബുച്ചർ ഹോംലാൻഡറുമായിട്ടുള്ള ഫൈറ്റ് സ്ട്രീറ്റിലോട്ടേക്ക് എത്തി, ആൾക്കാരുടെ പബ്ലിക്കിൽ മുമ്പിൽ ഇങ്ങനെ കുറെ ഹ്യൂമിലിയേഷൻ ചവിട്ടി തെറിപ്പിച്ച് അങ്ങനെയൊക്കെ പല സീനെല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹോംലാൻഡർ ആ ആൾക്കാരെ സംഭവം പേഴ്സണലി അറിയും, അങ്ങനെ കുറെ ഹ്യൂമിലിയേറ്റഡ് ആവും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സീനെല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇതങ്ങ് പെട്ടെന്ന് തീർന്നു പോയി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്റ്റണ്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതെല്ലാം അത്രയും വെൽ കൊറിയോഗ്രാഫ്ഡ് മാസ്റ്റേഴ്സിനെ വെച്ചിട്ട് അതെല്ലാം കൊറിയോഗ്രാഫി ചെയ്ത് ഈ ഒരു സംഭവം അവർ എടുത്തു വെച്ച് ചെയ്യും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമുള്ള ഒരു സംഭവമല്ല. അപ്പൊ ആ ഒരു സാധനം കഴിഞ്ഞ് അതങ്ങനെ അങ്ങ് തീർന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഒരു നനഞ്ഞൊരു പടക്കം ആയിട്ടുള്ളൊരിത്, പൊട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് ചെറിയൊരു ചീറി ഒന്നും അങ്ങായി, അതങ്ങ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു വലിയൊരു മെമ്മറിയോ ഒന്നുമില്ല. പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടൊരു കണ്ടിരുന്ന ഒരു സീരീസ് ആയിരുന്നു. സംതിങ് വെരി ഡിഫറെന്റ്, അത്ര യുണീക്ക് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച് ആയിരുന്നു. കാരണം സൂപ്പർ ഹീറോസ് മുഴുവൻ ലോകം മുഴുവൻ വാഴ്ത്തിയിരുന്ന സമയത്ത് നെഗറ്റീവ് ആയിരിക്കുന്ന, ഇത്രത്തോളം വൈൽഡ് ആയിരിക്കുന്ന സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് വന്നൊരു സംഭവമായിരുന്നു. ഡെഫിനറ്റ്ലി ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു ക്രിയേഷനൊക്കെ ആയിരുന്നു അവരുടെ സംഭവം. പക്ഷെ എന്നാലും ഈ അടുത്ത കാലത്ത് കണ്ടതുപോലെ തന്നെ പല ഗ്രേറ്റസ്റ്റ് സീരീസിന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന പല സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡ് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ് ആൾക്കാർക്ക് പലർക്കും ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതിന്റെ ക്രിയേറ്റേഴ്സിന് അതിങ്ങനെ കൊണ്ടുപോയി അവസാനം ഇത് എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ള ഒരു സംഭവം അവർക്ക് കിട്ടാത്ത പോലെയാണ് പല മേക്കേഴ്സിന്റെയും ഫൈനൽ കൺക്ലൂഷനിൽ ആയിട്ട് വരുന്നത്തേക്കും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ്സ് റിയലി ഡിസപ്പോയിന്റിങ്. അങ്ങനെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഹോംലാൻഡർ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ക്യാരക്ടർ പൊട്രയൽ,
ഗ്രേറ്റ്. അത്രയും ഭയങ്കരമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബുച്ചർ, ഹ്യൂഗി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും, കിമീക്കോ, ഫ്രഞ്ചി, സ്റ്റാർലൈറ്റ്, ലോട്ട് ഓഫ് ഗ്രേറ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് ഡെഫിനറ്റ്ലി എ സീരീസ് ടു റിമെമ്പർ. പക്ഷേ എന്തോ ഒരു മിസ്സിങ് ഉണ്ട്. നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് ആയിട്ട് ഇടും. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം ഗൈസ്. Until then, take care and bye.